Good morning to all. നമ്മൾ ഇന്ന് ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത് യൂസിങ് ഷ്രോഡിഞ്ചർ പിക്ചർ. അപ്പോൾ നമ്മൾ ഷ്രോഡിഞ്ചറിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് എന്നും അതുപോലെ തന്നെ നമ്മൾ ഹൈസൻബർഗ് പിക്ചർ അതുപോലെ തന്നെ ഇൻട്രാക്ഷൻ പിക്ചറൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഫിസിക്സിലെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷ്രോഡിഞ്ചർ പിക്ചർ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്നിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ UG ലെവലിൽ തന്നെ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കുറച്ചുകൂടി ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹാർമോണിക് ഓസിലേറ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സാധാരണ ഒരു സ്ട്രിങ്ങിൽ നമ്മൾ ഒരു ബോബ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒരു മാസമുള്ള ഒരു വസ്തു അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കേസിൽ നമ്മൾ സാധാരണഗതിയിൽ പറയും ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനാണെങ്കിൽ ഇതിൽ നിന്നും നമ്മളിതിനെ ഒരു എക്സ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദാറ്റ് റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ നമ്മൾ റീസ്റ്റോറിങ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു -kx എന്ന് കൊടുക്കും അല്ലേ. അതായത് ന്യൂട്ടൻ്റെ ഇക്വേഷൻ അനുസരിച്ച് md²x ഡിവൈഡഡ് ബൈ dt² എന്ന് പറയുന്നത് ഈക്വൽ ടു -kx ആണ്. അപ്പോൾ നമുക്ക് ഫോഴ്സ് -kx ആണെങ്കിൽ നമ്മൾ ഈ കേസിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു ഹാർമോണിക് ഓസിലേറ്ററിനെ സംബന്ധിച്ച് അത് ½ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഈക്വൽ ടു ½ ആണെന്ന് കിട്ടി. എന്ന് വെച്ചാൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു പരാബോളിക് ഫോമാണെന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് എക്സിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി വേരി ചെയ്യുന്നത് ½ എന്ന് വെച്ചാൽ y ഈക്വൽ ടു ax² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ പരാബോളിക് ഇക്വേഷൻ. സോ നമ്മൾ y ആക്സിസിൽ ദിസ് ഇസ് Vx എന്ന് എടുത്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിമ്മട്രിക് ആയിട്ടുള്ള വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് സിമ്മട്രിക് ആയിട്ടുള്ള ഒരു പരാബോളിക് കർവാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നൗ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ നമുക്കറിയാമെങ്കിൽ ഹൗ വി ആർ ഗോയിങ് ടു സോൾവ് ദിസ് ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ. നമുക്കതിനായിട്ട് ആദ്യം നമുക്കിതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വേണം. സോ ഇവിടെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എടുക്കുന്നു. ദാറ്റ് ഈസ് -h²/2m d²/dx² പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് ഇവിടെ ഹാർമോണിക് ഓസിലേറ്ററിനെ സംബന്ധിച്ച് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ½ ആണ് ഇൻറ്റു ദിസ് psi of x ഈസ് ഈക്വൽ ടു E ഇൻറ്റു psi of x. ഇതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ -h²/2m d²/dx² പ്ലസ് V of x പൊട്ടൻഷ്യൽ എനർജി ഹാർമോണിക് ഓസിലേറ്ററിനെ സംബന്ധിച്ച് പൊട്ടൻഷ്യൽ എനർജി ½ ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് കൊടുക്കുന്നു ½ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് psi എന്താണെന്ന് കിട്ടും. അപ്പോൾ ആ psi ആയിരിക്കും ഈ പറഞ്ഞ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ E എന്ന് പറയുന്നത് ആയിരിക്കും ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻസും അതുപോലെ തന്നെ അതിൻ്റെ എനർജിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് psi കിട്ടും, വേവ് ഫംഗ്ഷൻ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനി ഫിസിക്കലി അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ, ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. അത് വെറുതെ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ മാത്രമല്ല, എല്ലാ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിനും വേവ് ഫംഗ്ഷൻ ആവാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതിന് വേവ് ഫംഗ്ഷൻ ആവാൻ പറ്റൂ. സോ ഈ കേസിൽ ഇവിടെ അതൊരു വേവ് ഫംഗ്ഷൻ ആവണം എന്നുണ്ടെങ്കിൽ കണ്ടീഷനുണ്ട്. ദാറ്റ് ഈസ് എനി ഫിസിക്കലി അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ must satisfy psi of x tends to 0 as x tends to plus or minus infinity. അപ്പോൾ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിൽ 0 ആവണം എന്നുള്ളതാണ് കണ്ടീഷൻ.
അപ്പോൾ എക്സ് ഇൻഫിനിറ്റി ആവുമ്പോൾ സൈ 0 ആവുന്ന തരത്തിലുള്ള സൈകൾ മാത്രമേ ഇവിടെ എന്തായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ, വേവ് ഫംഗ്ഷനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ദിസ് ഇസ് എന്താണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ലെറ്റ് സം സി ഈസ് ഈക്വൽ ടു ആൽഫ എക്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സിമ്പൽ ഉദ്ദേശിക്കുന്നത് ദിസ് ഇസ് എക്സ് ഐ എന്ന് നമ്മൾ ഗ്രീക്ക് സിമ്പലിൽ എക്സ് ഐ ആണ്. ഓക്കെ, അതിനെ നമ്മൾ സി എന്ന് വിളിക്കുന്നു. ഓക്കെ, സി എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നു. അപ്പം നമ്മളിതിനെ സി ഈസ് ഈക്വൽ ടു സം ആൽഫ എക്സ് എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അങ്ങനെ സി ഈക്വൽ ടു ആൽഫ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിതിനകത്ത് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ ആൽഫയാണെന്ന് പറയാം. ഓക്കെ, സി ബൈ ആൽഫ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എനിക്ക് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, ഡി സി ഡിവൈഡഡ് ബൈ ആൽഫയാണെന്ന് പറയാം. ഓർ അതേപോലെ ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഡി ബൈ ഡി എക്സ് ഈസ് ആൽഫ ഇൻറ്റു ഡി ബൈ ഡി സി ആണെന്ന് പറയാം. ആൽഫ ഇൻറ്റു ഡി ബൈ ഡി സി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ നമുക്കിപ്പോൾ എങ്ങനെ മാറ്റി എഴുതാം? ഓക്കെ, ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് ഇതിനെ എനിക്ക് മൈനസ് എച്ച് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ആൽഫ ഡി ബൈ ഡി സൈ ആണെങ്കിൽ എന്തായിരിക്കും ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൽഫ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് മൈനസ് എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ആൽഫ സ്ക്വയർ ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ പ്ലസ് ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് എന്ന് പറയുന്നത് സി ബൈ ആൽഫയാണ്. സോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സി സ്ക്വയർ ബൈ ആൽഫ സ്ക്വയർ എന്ന് വരും ഇൻറ്റു ദിസ് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ എന്ന് വരും. അപ്പോൾ നമ്മൾ ഈ എക്സിലുണ്ടായിരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഇൻ ടേംസ് ഓഫ് സി ആക്കി നമ്മൾ മാറ്റി. ഓക്കെ, നൗ അപ്പോൾ ഇങ്ങനെ മാറ്റുമ്പോൾ ഈ വേവ് ഫംഗ്ഷൻ സൈയും എന്തായിട്ട് മാറും? എക്സിലുള്ള വേവ് ഫംഗ്ഷൻ സിയിലുള്ള വേവ് ഫംഗ്ഷനായിട്ട് മാറും. Now let me divide this equation with divide by h bar square alpha square divided by 2m. ഇത് ഇവിടെ നോക്കി, ഇവിടെ ഒരു എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ 2m ഉണ്ട്. അപ്പോൾ ഈ എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ 2m കൊണ്ട് നമ്മൾ ഇക്വേഷനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും നോക്കുക. ഫസ്റ്റ് ടേം ഇവിടുത്തെ ആദ്യത്തെ ടേമിൽ നിന്നും എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ 2m പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നൊരു മൈനസ് ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ വരും. ദെൻ പ്ലസ് സെക്കൻഡ് ടേമിൽ നമുക്കറിയാം ഇവിടെ എന്തുണ്ട്, ഹാഫ് കെ ബൈ ആൽഫ സ്ക്വയർ സി സ്ക്വയർ ഓൾറെഡി ഉണ്ട്. ഇതിനെ നമ്മൾ എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ 2m കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ മൾട്ടിപ്ലൈങ് ദിസ് വിത്ത് 2m ബൈ എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ. ഓക്കെ, സൈ ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ 2m കൊണ്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 2m ബൈ എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ഇ ഇൻറ്റു സൈ എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഇനി ഓക്കെ, ഞാൻ ഈ സെയിം ഇക്വേഷനെ തന്നെ ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് എഴുതാണ്. നമുക്കിപ്പോൾ കിട്ടിയത് ദാറ്റ് ഈസ് നമുക്ക് ഇതാണ് കിട്ടിയത്, മൈനസ് ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ പ്ലസ് ഹാഫ് കെ ബൈ ആൽഫ സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു 2m ബൈ എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു 2me ബൈ എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ഇൻറ്റു സൈ എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ നമ്മൾ അഗെയിൻ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എന്താണ് ഈ ആൽഫ എന്ന് പറയുന്നത്? നമ്മളൊരു സി ഈക്വൽ ടു ആൽഫ എക്സ് എടുത്തു. നമ്മളിപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്നതിനെ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യാണ്. ലെറ്റസ് ഡിഫൈൻ ദിസ് ആൽഫ ആസ് സം കെ എം ബൈ എച്ച് ബാർ സ്ക്വയർ ഹോൾ റേസ് ടു 1/4 എന്ന് ഞാൻ എടുക്കുകയാണ്. എന്തുകൊണ്ട് നമ്മളിവിടെ ഈ ആൽഫയെ കെ എം ബൈ എച്ച് ബാർ സ്ക്വയർ ഹോൾ റേസ് ടു 1/4 എന്ന് എടുക്കുന്നു? ഓക്കെ, അതിൻ്റെ ആൻസർ നമുക്കിപ്പോൾ കിട്ടും.
ഈ കെ എം ബൈ എച്ച് ബാർ സ്ക്വയർ ആൽഫ കെ എം ബൈ എച്ച് ബാർ സ്ക്വയർ ഹോൾ റൈസ് ടു 1/4 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കറിയാം കെ എന്ന് പറയുന്നത് എന്താണ്? കെ ഈസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആണ്. ഓക്കെ, അല്ല കെ എം ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ ആൽഫ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത് കെ എം ബൈ എച്ച് ബാർ സ്ക്വയർ ഹോൾ റൈസ് ടു 1/4 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കെയ്ക്ക് പകരം എം ഒമേഗ സ്ക്വയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എം സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ എച്ച് ബാർ സ്ക്വയർ ഹോൾ റൈസ് ടു 1/4 എന്ന് വരും. അല്ലെങ്കിൽ എനിക്കിതിനെ എം ഒമേഗ ബൈ എച്ച് ബാർ ഹോൾ റൈസ് ടു 1/2 എന്നും വിളിക്കാം. ഓക്കെ, ഇതിപ്പോൾ തൽക്കാലം ഇത് ഓർത്തിരുന്നാൽ മതി. നമുക്ക് ലാസ്റ്റ് ഫൈനലി നമുക്കിത് ആവശ്യം വരും. ഓക്കെ, സോ നമ്മൾ ആൽഫയ്ക്ക് കെ എം ബൈ എച്ച് ബാർ സ്ക്വയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിട്ട് മാറുമെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഞാൻ ഈ ടേം ഇങ്ങോട്ട് എടുക്കുന്നു, അതായത് ഈ ടേം. ഓക്കെ, ഈ ടേം എടുത്തു കഴിഞ്ഞാൽ അതെന്താണ് നമുക്കിവിടെ ഉള്ളത്? ഹാഫ് കെ ബൈ ആൽഫ സ്ക്വയർ, ഇതാണ് നമ്മുടെ ടേം. ഹാഫ് കെ ബൈ ആൽഫ സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു 2m ബൈ എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇതിൽ കെ എം ബൈ എച്ച് ബാർ സ്ക്വയർ ഹോൾ റൈസ് ടു 1/4 ആണ് ആൽഫ. അപ്പോൾ നമുക്കിവിടെ ഒരു കെ ഉണ്ട്, ഇവിടെ ഒരു എം ഉണ്ട്, ബൈ എച്ച് ബാർ സ്ക്വയർ ഉണ്ട്. അപ്പോൾ കെ എം ബൈ എച്ച് ബാർ സ്ക്വയർ ഹോൾ റൈസ് ടു 1/4 ആൽഫ ആണെങ്കിൽ കെ എം ബൈ എച്ച് ബാർ സ്ക്വയർ എന്തായിരിക്കും? അത് ആൽഫ റൈസ് ടു 4 ആയിരിക്കും. ദാറ്റ് ഈസ് ദിസ് ഈസ് 1/2 ഇൻറ്റു ഓക്കെ. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ ഈ ടൂവും ക്യാൻസൽ ആവുന്നുണ്ട്. ഓക്കെ, കെ എം ബൈ എച്ച് ബാർ സ്ക്വയറിന് പകരം ഞാൻ ആൽഫ റൈസ് ടു 4 എന്ന് കൊടുക്കുന്നു. പിന്നെ ഇവിടെ ഈ സി സ്ക്വയർ ഉണ്ട്, ഡിവൈഡഡ് ബൈ താഴെ ആൽഫ സ്ക്വയർ ഇൻറ്റു ആൽഫ സ്ക്വയർ ആൽഫ റൈസ് ടു 4 ഉണ്ട്. സോ ഇത് രണ്ടും ക്യാൻസൽ ആവും. സോ ദിസ് ഈസ് ഈക്വൽ ടു സിംപ്ലി സി സ്ക്വയർ എന്ന് മാത്രം വരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ആൽഫയ്ക്ക് കെ എം ബൈ എച്ച് ബാർ സ്ക്വയർ ഹോൾ റൈസ് ടു 1/4 എന്ന് കൊടുത്തത്. കാരണം എനിക്ക് ഈ പറഞ്ഞ ടേം സി സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ടേമുകളെയൊക്കെ 1 ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്, ടു സിംപ്ലിഫൈ ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സി സ്ക്വയർ നേടി. ഇനി ഈ ടേം എന്ത് വരും എന്നുള്ളത് നോക്കണം. അതായത് ഈ 2me ഡിവൈഡഡ് ബൈ എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ എന്ത് വരും? സോ ദിസ് ഈസ് ഈക്വൽ ടു 2me ഡിവൈഡഡ് ബൈ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ആൽഫ കെ എം ബൈ എച്ച് ബാർ സ്ക്വയർ ഹോൾ റൈസ് ടു 1/4 ആണ്. അപ്പോൾ ആൽഫ സ്ക്വയർ എന്ത് വരും? കെ എം ബൈ എച്ച് ബാർ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് കെ എം, പിന്നെ എന്താണ് റൂട്ട് ഓഫ് കെ എം ബൈ എച്ച് ബാർ സ്ക്വയർ വരും. ഇപ്പോൾ റൂട്ട് എച്ച് ബാർ സ്ക്വയർ എന്ന് പറയുമ്പോൾ മേളിലൊരു എച്ച് ബാർ വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് ക്യാൻസലാക്കി കഴിഞ്ഞാൽ ഇത് താഴെ ഒരു റൂട്ട് എം മേളിലൊരു റൂട്ട് എം ഉണ്ട്. അത് ക്യാൻസലാക്കി കഴിയുമ്പോൾ 2 ഇൻറ്റു റൂട്ട് എം ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ എച്ച് ബാർ ഇൻറ്റു റൂട്ട് കെ എന്ന് വരും. ഓക്കെ, സോ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 2e ഡിവൈഡഡ് ബൈ എച്ച് ബാർ ഇൻറ്റു റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് എഴുതാം. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് റൂട്ട് ഓഫ് കെ ബൈ എം അല്ലേ? ഇതിനെ എനിക്ക് റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 2e ഇൻറ്റു 2e ഡിവൈഡഡ് ബൈ എച്ച് ബാർ ഒമേഗ എന്ന് എഴുതാം. അല്ലെങ്കിൽ എനിക്കിതിനെ 2e ഡിവൈഡ് ബൈ എച്ച് ബാർ എച്ച് ബൈ 2πയും ഒമേഗ 2π ന്യൂ ആകുമ്പോൾ ഇതിനെനിക്ക് എച്ച് ന്യൂ എന്ന് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടുക. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് ഇനി എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ദിസ് വിൽ ബിക്കം മൈനസ് ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ പ്ലസ് അടുത്ത ടേം എല്ലാം കൂടി കൂട്ടുമ്പോൾ എന്താ വന്നത്? സി സ്ക്വയർ ആണ് വന്നത്. സോ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു ദിസ് സൈ. നൗ ദിസ് സൈ ഈസ് എ ഫങ്ഷൻ ഓഫ് സി ആണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന എന്താണ്? 2e ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് ഒമേഗ ഇൻറ്റു സൈ എന്ന് വരും. 2e ബൈ എച്ച് ക്രോസ് ഒമേഗ ഇൻറ്റു സൈ. നൗ ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് 2e ബൈ എച്ച് ക്രോസ് ഒമേഗ. 2e ബൈ എച്ച് ക്രോസ് ഒമേഗയ്ക്ക് നമ്മൾ ലാംഡ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇക്വേഷൻ മൈനസ് ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു ലാംഡ സൈ എന്ന് വരും. നൗ ഈ ലാംഡ സൈയെ കൂടി ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ നമുക്കിങ്ങനെ കിട്ടും. ഡി സ്ക്വയർ മൈനസ് ഇതിപ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് ഇങ്ങനെയാണ്. മൈനസ് ഡി സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ
psi is equal to ലാംഡ psi എന്നാണ്. അപ്പോൾ ലാംഡയെ കൂടി നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. ടോട്ടലിൽ ഒരു -1 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ എനിക്ക് d²/dc². ഓക്കെ, മൊത്തത്തിൽ ഇക്വേഷൻ ഒരു -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. റൈറ്റിൽ കിടക്കുന്ന ലാംഡയെ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. സോ d²/dc² പ്ലസ് ലാംഡ -c² ഇൻറ്റു psi ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ ½ kx² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ നമ്മൾ കുറച്ച് വേരിയബിൾസ് റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. നൗ ഇപ്പോൾ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ psi എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേവ് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള മെത്തേഡുകളാണ് ഇനി നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സംബന്ധിച്ച് d²psi/dc² പ്ലസ് ലാംഡ -c² ഇൻറ്റു psi ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഒരു അസിംപ്റ്റോട്ടിക് സൊല്യൂഷനാണ് psi ഈസ് ഈക്വൽ ടു a e⁻ c²/2 പ്ലസ് b e⁻c²/2 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഐ വിൽ ക്ലെയിം ദാറ്റ് this psi is equal to some a e⁻ c²/2 plus b e⁻c²/2 is an asymptotic solution of this differential equation. ഓക്കെ, അപ്പോൾ എന്താണ് അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ? അപ്പോൾ ഈ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഫ് ദിസ് c² എന്ന് പറയുന്നത് ഇസ് വെരി ലാർജ്, c² വളരെ വലിയൊരു വാല്യൂ ആണെന്ന് വിചാരിക്കും. ഇഫ് c² ഈസ് വെരി ലാർജ് ദെൻ നമുക്ക് ഈ ലാംഡ -c² എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു -c² ആണെന്ന് പറയും. കാരണം c² വളരെ വലുതാണെങ്കിൽ ലാംഡ ഈസ് കമ്പയറബിളി സ്മോൾ വിത്ത് ദാറ്റ് ഓഫ് c². അപ്പോൾ ലാംഡ -c² നിങ്ങൾക്ക് -c² ആണെന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ദെൻ അവർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിൽ ബിക്കം d²psi/dc² -c² psi ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ solution of this differential equation is called the asymptotic solution. അതായത് നമ്മൾ c²ൻ്റെ ഇതൊരു ലിമിറ്റിംഗ് കേസാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് c² ഹൈ ആവുന്ന കേസിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത്തരത്തിലുള്ള ഒരു ഇക്വേഷനായിട്ട് മാറുന്നു. അങ്ങനെ മാറിയാൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ a e⁻c²/2 പ്ലസ് b e⁻c²/2 ആവും നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു അപ്രോക്സിമേഷൻ കൊടുത്ത് അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഒരു എക്സ്ട്രീം കണ്ടീഷൻ കൊടുത്തിട്ട് അവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നോക്കി അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ്. അത്തരത്തിലുള്ള സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യമേ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. ഫോർ എ വേവ് ഫംഗ്ഷൻ ടു ബി ഫിസിക്കലി അക്സെപ്റ്റബിൾ അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഇറ്റ് psi tends to 0 as x tends to infinity. x ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ psi 0യിലേക്ക് ടെൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി അറിയാം, നമുക്കിപ്പോൾ കിട്ടിയത് a e⁻c²/2 പ്ലസ് b e⁻c²/2 ആണ്. വെൻ x ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ c ഈസ് ഈക്വൽ ടു α(x) എന്നാണ് എടുത്തത്. അപ്പോൾ x ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? c ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് തന്നെയാണ്. അപ്പോൾ വെൻ c ടെൻസ് ടു ഇൻഫിനിറ്റി psi ടെൻസ് ടു 0. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി അറിയാം a e⁻c²/2 പ്ലസ് b e⁻c²/2. ഞാനിവിടെ c ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ b e⁻c²/2 ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് വിൽ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതെന്തല്ലാതാവും? ഇതൊരു ഫിസിക്കലി അക്സെപ്റ്റബിൾ സൊല്യൂഷൻ അല്ലാതാവും. ദെർഫോർ ഇവിടെ ഈ b എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും? b ഈക്വൽ ടു 0 ആക്കേണ്ടി വരും. അങ്ങനെ b ഈക്വൽ ടു 0 ആക്കി കഴിഞ്ഞാൽ പിന്നെ psi എന്ത് മാത്രമാണ്? psi ഈസ് ഈക്വൽ ടു a e⁻c²/2 തന്നെയാണ്. സോ ഹിയർ psi ഈസ് ഈക്വൽ ടു a e⁻c²/2 ഈസ് ദി asymptotic solution of
ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഏതാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? സോറി, ഇവിടെ നമ്മളിത് എഴുതിയപ്പോൾ ഇവിടെ ഒരു സൈ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു സൈ മിസ്സാക്കിയിട്ടുണ്ട്. സോറി. ദാറ്റ് ഈസ് ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് സി സ്ക്വയർ ഇൻറ്റു സൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അസിംപ്റ്റോട്ടിക് സൊല്യൂഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ മൈനസ് സി സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0യുടെ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഈ പറഞ്ഞ എ ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത്. ഓക്കെ. നോ, അപ്പോൾ ഈ പറഞ്ഞ നമ്മളിവിടെ സൈ ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷനാണ്. ഏതിൻ്റെ സൊല്യൂഷനാണ്? ഈ ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ മൈനസ് സി സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമുക്ക് മനസ്സിലാവും. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സൈക്ക് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അതായത് ഇവിടെ ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ ഇവിടുന്ന് കാണുക, മൈനസ് സി സ്ക്വയർ സൈ ഈക്വൽ ടു 0 എടുത്ത് നോക്കുക. അപ്പോൾ സൊല്യൂഷൻ എന്താണ് ഈക്വൽ ടു 0 കിട്ടുന്നുണ്ട് എങ്കിൽ നമുക്കറിയാം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്, സോറി, ഈ സൊല്യൂഷൻ എന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈ എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നോ, ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്ക് കിട്ടിയതിലാണ് എ ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അസിംപ്റ്റോട്ടിക് സൊല്യൂഷനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞേ? സി ടെൻസ് ടു ഇൻഫിനിറ്റി. സി ഹൈ ആവുന്ന കേസിൽ ഈ പറഞ്ഞ വേവ് സി ഹൈ ആവുന്ന കേസിൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ, അതായത് ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ മൈനസ് സി സ്ക്വയർ സൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന രീതിയിലേക്ക് മാറും. അതിൻ്റെ സൊല്യൂഷനാണ് എ ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞത്. അതായത് ഈ കിട്ടിയ എ ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. നമുക്ക് വേണ്ടത് എന്തിൻ്റെ സൊല്യൂഷനാണ്? We need the solution of the differential equation, that is d square psi by d c square plus lambda minus c square into psi equal to 0യുടെ സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സോ വി നീഡ് the solution of this equation. ഓക്കെ, സോ അതിനായിട്ട് let me replace the constant a. ഇവിടെ ഈ വേവ് ഫംഗ്ഷനിൽ a എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിന് പകരം ബൈ എ ഫംഗ്ഷൻ ഓഫ് c. ഈ സിയിൽ ഉള്ള ഒരു ഫംഗ്ഷൻ വെച്ച് ഞാൻ റീപ്ലേസ് ചെയ്യുന്നു. ദാറ്റ് ഈസ്, ഞാൻ ആ ഫംഗ്ഷന് സപ്പോസ് എച്ച് ഓഫ് സി എന്ന് വിളിക്കുന്നു. എന്തോ ഒരു ഫംഗ്ഷൻ, എന്താ ഫംഗ്ഷൻ നമുക്കിപ്പോൾ അറിയില്ല. ഞാൻ അതിനെ ഒരു സിയിലുള്ള ഒരു ഫംഗ്ഷൻ എച്ച് ഓഫ് സി എന്ന് വിളിക്കുന്നു. സോ ദാറ്റ് the solution become acceptable over all range. അതായത് എല്ലാ റേഞ്ചിലും അക്സെപ്റ്റബിൾ ആയിരിക്കണം. നിങ്ങളിവിടെ നോക്കിയാൽ എ ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അസിംപ്റ്റോട്ടിക് സൊല്യൂഷനാണ്. അപ്പോൾ നമുക്കറിയാം സി ഹൈ ആവുന്ന കേസിൽ മാത്രമേ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, സി ഇൻഫിനിറ്റിയോട് എടുക്കുന്ന അല്ലെങ്കിൽ സി ഹൈ ആവുന്ന കേസിൽ മാത്രം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഇതായിട്ട് മാറും. നമുക്ക് വേണ്ടത് സി സ്മോൾ ആവുമ്പോഴും സി ഹൈ ആവുമ്പോഴും ഒക്കെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ആ എയ്ക്ക് പകരം എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റൻറ്റ്, എ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിന് പകരം സിയിലുള്ള ഒരു ഫംഗ്ഷൻ എച്ച് ഓഫ് സി വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് സൈ സാറ്റിസ്ഫൈസ് as the solution of this differential equation over all range. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സി എന്ന് പറയുന്നത് സ്മോൾ ആയാലും ശരി ലാർജ് ആയാലും ശരി ഏത് റേഞ്ച് എടുത്താലും ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആവാൻ പറ്റുന്ന ഒരു സൈ ആയിട്ട് ഇത് മാറണം. ദാറ്റ് സൈ എന്ന് പറയുന്നത് ഞാനതിനെ ദിസ് എച്ച് ഓഫ് സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 എന്ന് കൊടുക്കുന്നു. നൗ ദിസ് സൈ is a solution of this differential equation in the entire range of c. സിക്ക് ഏത് വാല്യൂ കൊടുത്താലും ഈ പറഞ്ഞ സൈയെ മുമ്പത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് എച്ച് ഓഫ് സി കൊടുക്കുന്നു എന്നുള്ളതാണ്. എച്ച് ഓഫ് സി കൊടുത്താലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ എച്ച് ഓഫ് സിയുടെ പ്രത്യേകത ഇതാണ്.
സിക്ക് ഏത് വാല്യൂ കൊടുത്താലും ഈ പറഞ്ഞ സൈ എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആവണം. ആ രീതിയിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഈ എച്ച് ഓഫ് സി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളിവിടെ ഇപ്പം നമുക്കിവിടെ നോക്കൂ, സൈ ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഇവിടെ നിങ്ങൾ നോക്കിയറിയാം, ഈ സിയുടെ വാല്യൂ സ്മോൾ ആവുന്ന കേസിൽ എന്ത് സംഭവിക്കും? സി സ്മോൾ ആവുന്ന കേസിൽ ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ആണ്. എന്ന് വെച്ചാൽ സി സ്മോൾ ആവുമ്പോൾ ഈ വാല്യൂ വളരെ വലുതാവും. ഓക്കെ, ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സി ഒരു പരിധിക്ക് താഴേക്ക് വന്നു കഴിയുമ്പോൾ ഈ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അത് പാടില്ല. നമുക്ക് എല്ലാ റേഞ്ചിലും എന്ത് സംഭവിക്കണം? ഈ സൈ എന്ന് പറയുന്നത് ഫിസിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന കേസിൽ ആ ഇൻക്രീസിങ് വരുന്ന ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ കണ്ടമാനം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ എച്ച് ഓഫ് സിക്ക് പറ്റണം. അങ്ങനെ ഉള്ള ഒരു ഫംഗ്ഷനാണ് എച്ച് ഓഫ് സി. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ ഒരു കോൺസ്റ്റൻറ്റ് എ ഇടാതെ അതിന് പകരം സിയിലുള്ള ഒരു ഫംഗ്ഷനായിട്ട് ഈ പറഞ്ഞ എച്ച് ഓഫ് സിയെ നമ്മളിവിടെ വെച്ചത്. ഓക്കെ, സോ ദിസ് സൈ ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 നമ്മൾ കൊടുക്കും. നൗ ഇത് എന്തിൻ്റെ സൊല്യൂഷനാണ്? നമുക്കറിയാം ഇത് എന്തിൻ്റെ സൊല്യൂഷനാണ്? ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് സി സ്ക്വയർ ഇൻറ്റു സൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. സോ let me substitute psi in this equation. ഓക്കെ, നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സൈക്ക് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്: ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് സി സ്ക്വയർ ഇൻറ്റു സൈ ഈക്വൽ ടു 0. ഇതിൻ്റെ സൊല്യൂഷനാണ് എന്ത്? സൈ ഈസ് ഈക്വൽ ടു ദിസ് എച്ച് ഓഫ് സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2. ഓക്കെ, അപ്പോൾ സൈ ഇതാണെങ്കിൽ നമുക്കിതിനകത്ത് നിന്ന് എന്ത് കാണാം? ഡി സൈ ബൈ ഡി സി. ഓക്കെ, ഡി ബൈ ഡി സി ഓഫ് സൈ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇതാണ് സൈ. സോ അതിനെ പ്രോഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഡി എച്ച് ബൈ ഡി സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 പ്ലസ് അടുത്ത ടേമിൽ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സി ഇൻറ്റു ദിസ് എച്ച് ഓഫ് സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. നൗ വി ആർ അഗെയിൻ ഡിഫറൻഷിയേറ്റിംഗ് ദിസ് ഫംഗ്ഷൻ. അതായത് ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ കാണും. അപ്പം അത് ഈ ടേമിനെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഡി സ്ക്വയർ എച്ച് ബൈ ഡി സി സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2. നെക്സ്റ്റ് ടേമിൽ മൈനസ് സി ഇൻറ്റു ഡി എച്ച് ബൈ ഡി സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2. നെക്സ്റ്റ് ടേമിന് മൂന്ന് ടേം ഉണ്ട് സിയിലുള്ള. അപ്പം 3 ടേമുകൾ കൂടി വരും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. സോ ഫസ്റ്റ് വൺ ഈസ് സിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇത് മൈനസ് എച്ച് ഓഫ് സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2. അടുത്തത് മൈനസ് സി ഡി എച്ചിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി എച്ച് ബൈ ഡി സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2. അടുത്ത നമ്മൾ ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നെങ്കിൽ ഒരു മൈനസ് സി വരും. ദാറ്റ് ഈസ് ദാറ്റ് ടേം വിൽ ബിക്കം പ്ലസ് സി സ്ക്വയർ ഇൻറ്റു എച്ച് ഓഫ് സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഡി സ്ക്വയർ എച്ച് ബൈ ഡി സി സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2. ദെൻ ഈ ടേമും ഒന്ന് തന്നെയാണ്. സോ അതിന് നമുക്ക് ആഡ് ചെയ്തെടുക്കാം. മൈനസ് 2c ഡി എച്ച് ബൈ ഡി സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 പ്ലസ് ഈ രണ്ട് ടേമുകളെ ഞാൻ കമ്പൈൻ ചെയ്ത് ഒന്നിച്ചെടുക്കുന്നു. രണ്ടിനകത്ത് എച്ച് ഓഫ് സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ദിസ് എച്ച് ഓഫ് സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, സോ നൗ ഇപ്പോൾ നമുക്ക് ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പം ഈ പറഞ്ഞ ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് സി സ്ക്വയർ ഇൻറ്റു സൈ ഈക്വൽ ടു 0 ആണ് നമ്മുടെ ഇക്വേഷൻ. ഇതിലേക്ക്
ഈ ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയറിന് പകരം നമ്മൾ ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻ അടുത്ത പേജിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. ആദ്യത്തെ ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ അത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ്? ഡി സ്ക്വയർ എച്ച് ബൈ ഡി സി സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 മൈനസ് 2c ഡി എച്ച് ബൈ ഡി സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 പ്ലസ് സി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എച്ച് ഓഫ് സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 പ്ലസ് എന്തും കൂടെ വരും, ലാംഡ മൈനസ് സി സ്ക്വയർ ഇൻറ്റു സൈ അല്ലേ. സോ ദാറ്റ് ഈസ് ദിസ് ഈസ് ലാംഡ so this is lambda minus c square sorry ഇവിടെ ഓക്കെ ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ നമ്മൾ മൊത്തം ഇപ്പോൾ ഇവിടെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഉള്ളത് ലാംഡ മൈനസ് സി സ്ക്വയർ ഇൻറ്റു സൈ ഈക്വൽ ടു 0. അപ്പോൾ സൈ എന്ന് പറയുന്നത് നമുക്കറിയാം ലാംഡ മൈനസ് സി സ്ക്വയർ ഇൻറ്റു സൈ എന്ന് പറയുന്നത് എച്ച് ഓഫ് സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നൗ ഇതിനെ നമുക്ക് ഞാൻ ഇക്വേഷനെ ത്രൂ ഔട്ട് ഡിവൈഡിങ് വിത്ത് ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2. ഇതിലെല്ലാ ടേമിലും ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 ഉണ്ട്. സോ ഞാനിതിനെ മൊത്തത്തിൽ അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഡി സ്ക്വയർ എച്ച് ബൈ ഡി സി സ്ക്വയർ മൈനസ് 2c ഡി എച്ച് ബൈ ഡി സി പ്ലസ് അടുത്തത് സി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എച്ച് ഓഫ് സി പ്ലസ് ലാസ്റ്റ് ടൈം ലാംഡ മൈനസ് സി സ്ക്വയർ ഇൻറ്റു എച്ച് ഓഫ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതിലെ ഡി സ്ക്വയർ എച്ച് ബൈ ഡി സി സ്ക്വയർ മൈനസ് 2c ഡി എച്ച് ബൈ ഡി സി അടുത്ത രണ്ട് ടേമുകൾ, ഈ രണ്ട് ടേമുകളെ എച്ച് ഓഫ് സി പുറത്തെടുത്ത് നമുക്ക് ഒന്നിച്ചെഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് സി സ്ക്വയർ, ഇവിടെ മൈനസ് സി സ്ക്വയർ, സോ അത് ക്യാൻസലായി പോവും. അപ്പോൾ ഇത് ശരിക്കും എന്ത് വരും, ലാംഡ മൈനസ് 1 ഇൻറ്റു എച്ച് ഓഫ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് നമുക്ക് സൈ നമുക്ക് കിട്ടിയിരുന്നു. ആ സൈയെ നമ്മുടെ നേരത്തെയുള്ള ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടിയിരുന്നത്? ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് സി സ്ക്വയർ ഇൻറ്റു സൈ ഈക്വൽ ടു 0 ആണ് സോൾവ് ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമുക്ക് കിട്ടിയ സൈ ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 കൊടുത്ത് നമുക്ക് വേറൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതായിരുന്നു, ഈ ഡി സ്ക്വയർ സൈ ബൈ ഡി സി സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് സി സ്ക്വയർ ഇൻറ്റു സൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് കിട്ടിയത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൈ ആണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സൈ എന്ന് പറയുന്നത് എച്ച് ഓഫ് സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 എന്ന് നമ്മൾ സൊല്യൂഷൻ എടുത്തു. ഇതിനെ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഡി സ്ക്വയർ എച്ച് ബൈ ഡി സി സ്ക്വയർ. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, പക്ഷേ എങ്കിൽ പോലും ഇത് മാത്തമാറ്റിക്സിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഓക്കെ, അതെന്താണെന്നുള്ളത് നമുക്ക് പറയാം. സോ നമ്മൾ ഈ രീതിയിലേക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ മാറ്റുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബിക്കോസ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് വൺ ഓഫ് ദ ഫെമിലിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ മാത്തമാറ്റിക്സ്. നൗ ഇവിടെ എന്താണ് ഈ പറഞ്ഞ എച്ച് ഓഫ് സി എന്ന് പറയുന്ന സാധനം? നമ്മളിവിടെ ഒരു എച്ച് ഓഫ് സി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. സിയിലുള്ള ഒരു ഫംഗ്ഷനാണ്. ഈ എച്ച് ഓഫ് സി ഇവിടെ കൊടുത്താലുള്ള ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞിരുന്നു. ഈ എച്ച് ഓഫ് സി എന്ത് സംഭവിക്കണം? സിക്കുള്ള ഏത് വാല്യൂസ് വന്നാലും സൈക്ക് ഫിസിക്കലി അക്സെപ്റ്റബിൾ സൊല്യൂഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷനാണ് എച്ച് ഓഫ് സി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ എച്ച് ഓഫ് സിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ എച്ച് ഓഫ് സിയുടെ ടേംസിൽ നമുക്ക് ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനും കിട്ടി. പക്ഷേ എന്താണ് ഈ പറഞ്ഞ എച്ച് ഓഫ് സി? സോ അത് കാണാൻ വേണ്ടി ഞാനിതിനെ ഒരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതായത് സപ്പോസ് ഈ എച്ച് ഓഫ് സി എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി ഞാനിവിടെ എച്ച് ഓഫ് സി എന്ന് പറയുന്നത് ഒരു A0 പ്ലസ് സം A1C പ്ലസ് A2C സ്ക്വയർ പ്ലസ് എക്സെട്ര സം AJ C റൈസ് ടു J പ്ലസ് എക്സെട്ര ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷനായിട്ട് എച്ച് ഓഫ് സിയെ ഡിഫൈൻ ചെയ്യുന്നു. വേർ ദിസ് A0, A1, A2 എക്സെട്ര ആർ സം കോൺസ്റ്റൻസ്. ഇതൊക്കെ കോൺസ്റ്റൻസ് ആണെന്ന് വിചാരിക്കും. നൗ അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഇതാണ്. ഹിയർ ഐ വിൽ ട്രൈ ടു
adjust the value of a0, a1, a2, etc. such that this h of c satisfies the above differential equation. മുകളിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എച്ച് ഓഫ് സി കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ a0, a1, a2 തുടങ്ങിയ കോൺസ്റ്റൻറ്റുകളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് എച്ച് ഓഫ് സി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് a0 പ്ലസ് a1c പ്ലസ് a2c² പ്ലസ് എക്സെട്ര പ്ലസ് സം aj c⁻j പ്ലസ് എക്സെട്ര ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? എച്ചിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ d²h/dc² മൈനസ് 2c dh/dc പ്ലസ് ലാംഡ മൈനസ് 1 ഇൻറ്റു എച്ച് ഓഫ് സി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പം നമുക്കിവിടെ എച്ച് ഓഫ് സി നമ്മുടെ കയ്യിലുണ്ട്, ഇപ്പം നമ്മളെടുത്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dh/dc കാണണം, d²h/dc² കാണണം. അപ്പോൾ എന്തായിരിക്കും dh/dc? എച്ച് ഓഫ് സി നമുക്കറിയാം. ഇവിടുന്ന് dh/dc എങ്ങനെ കാണാം? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. a0 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0, a1c ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ a1 പ്ലസ് a2c² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2a2c, അടുത്ത എന്തായിരിക്കും 3a3c² അല്ലേ, പ്ലസ് എക്സെട്ര. ഈ c⁻j എന്ന് പറയുന്നൊരു ടേം ഇവിടെ വരുമ്പോൾ അതിൻ്റെ കോയഫിഷ്യൻ്റ് എന്തായിരിക്കും? c²ൻ്റെ കോയഫിഷ്യൻ്റ് a3യും 3യും ആണ്. അങ്ങനെയാണ് c⁻jയുടേത് എന്തായിരിക്കും? c⁻jയുടെ കോയഫിഷ്യൻ്റ് എന്ന് c⁻jയുടെ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ എന്താണെന്ന് എഴുതാം? j+1 ആണത്. ദറ്റ് ഈസ് j+1 ഇൻറ്റു aj+1 c⁻j പ്ലസ് എക്സെട്ര, ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് d²h/dc², ഞാൻ ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? a1 0 കിട്ടും, ദറ്റ് ഈസ് 2a2. അടുത്ത ടേം 3 ഇൻറ്റു 2 ഇൻറ്റു a3 ഇൻറ്റു c എന്ന് കിട്ടും അല്ലേ. അടുത്ത ടേം എന്തായിരിക്കും? 4 ഇൻറ്റു 3 ഇൻറ്റു ദിസ് a4 ഇൻറ്റു c² എന്നായിരിക്കും കിട്ടുക, പ്ലസ് എക്സെട്ര. c⁻j വരുന്നിടത്ത് നമുക്ക് എന്ത് കിട്ടും? കോയഫിഷ്യൻ്റ്. അതിൻ്റെ തൊട്ട് മുമ്പിൽ a എന്തായിരിക്കും വരിക? ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ 4 ആണ്. സോ aj+2. ദെൻ ഇവിടെ 2 വരുമ്പോൾ ഇവിടെ 3 ആണ്. സോ ദാറ്റ് ഈസ് ദിസ് വിൽ ബിക്കം j+1, ഈ ടേം j+2. സോ ഇതിൻ്റെ കോയഫിഷ്യൻ്റ് j+2 ഇൻറ്റു j+1 ഇൻറ്റു aj+2 c⁻j പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് d²h/dc². നൗ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എന്തൊക്കെയാണ് വേണ്ടത്? d²h/dc² അത് നമുക്കിവിടെ ഉണ്ട്. dh/dc കണ്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടത് -2c dh/dc ആണ്. സോ -2c dh/dc എടുത്തു കഴിഞ്ഞാൽ -2h dh/dc എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ദിസ് വിൽ ബി -2. ഞാൻ കോമൺ ആയിട്ട് ബ്രാക്കറ്റിൻ്റെ പുറത്ത് നിർത്തുന്നു. ദിസ് ഇസ് a1c പ്ലസ് 2a2c² പ്ലസ് 3a3c³ പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ c കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇവിടെ എടുത്ത ഈ ടേമിൽ സപ്പോസ് ഈ കോയഫിഷ്യൻ്റ് j-1 ആയിരുന്നു എന്ന് വിചാരിക്കുക. c⁻j-1 ആയിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് j വരുമായിരുന്നു, ഇതും j വരുമായിരുന്നു. ഓക്കെ, നൗ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ ഒരു c കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ c⁻j-1 എന്തായിട്ട് മാറും? ഇവിടെ c⁻j ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് നമുക്ക് c⁻j, ഇവിടെ aj, ഇവിടെ aj c⁻j പ്ലസ് എക്സെട്ര എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് -2c dh/dc. ഇനി ഇവിടെയുള്ള ടേം ലാംഡ -1 ഇൻറ്റു hc ആണ്. സോ ലാംഡ -1 ഇൻറ്റു hc എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ലാംഡ -1 ഇൻറ്റു
എച്ച് നമുക്കിവിടെ ഓൾറെഡി ഉണ്ട്, ഇത് നേരെ എടുത്ത് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ദിസ് ഈസ് A0 പ്ലസ് A1C പ്ലസ് A2C സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് AJ C റൈസ് ടു J പ്ലസ് എക്സെട്ര ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയോ, ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു ടേം d²h/dc സ്ക്വയർ, ഇത് മറ്റൊരു ടേം -2c/dh/dc പ്ലസ് ഇത് അടുത്തത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൂന്നെണ്ണം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ഏതൊക്കെ? d²h/dc സ്ക്വയർ പ്ലസ് ഇവിടെ മൈനസ് ആണുള്ളത് -2c/dh/dc പ്ലസ് λ-1 × h(c) ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മളിതിൽ ഓരോന്നിൻ്റെയും കോയഫിഷ്യൻസ് നമ്മൾ എടുക്കണം. ഓക്കെ, കോയഫിഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ നോക്കി അറിയാം, d²h/dc സ്ക്വയർ കോൺസ്റ്റൻറ്റ് ടേം 2a2 വരുന്നുണ്ട്. ഇവിടെ c² c³ ആണ്, കോൺസ്റ്റൻറ്റ് ടേം ഇല്ല. അതേസമയം ഇവിടെ λ-1 × A0 എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് ടേം വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി നമ്മൾ ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ദിസ് 2a2 പ്ലസ് λ-1 × A0 എന്ന് കിട്ടും. പ്ലസ് അടുത്ത ടേം സി വരുന്ന ടേമാണ്. സി വരുന്ന ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ മുതലാണ് നമ്മൾ എടുക്കുന്നത്. സി വരുന്ന ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ഇത്, പിന്നെ അടുത്തത് ഒരു ടേം ഇത്, പിന്നെ അടുത്തത് λ-1 × A1, ഇത്രയും ടേം അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഒന്ന് വരുന്നത് 3 × 2 × A3 മൈനസ് അടുത്ത ടേം -2A1 പ്ലസ് നെക്സ്റ്റ് ടേം λ-1 × A1. ഇതിനെല്ലാം സി കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, പ്ലസ് അടുത്ത് എന്ത് കിട്ടും? നമുക്കിവിടെ ഒരു ടേം c² ഓക്കെ പ്ലസ് എക്സെട്ര ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ്. ഞാനത് ഒന്നുകൂടെ മാറ്റിയെടുത്ത പേജിലേക്ക് എഴുതാം. നമ്മളിതിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്തത് ഇതാണ്. ആഡിങ് ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്തേ? d²h/dc സ്ക്വയർ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് സീരീസിൽ. അതുപോലെ -2c/dh/dc നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതേപോലെ λ-1 × h(c) കണ്ടിട്ടുണ്ട്. ഇത് മൂന്നും കൂടെയാണ് ആഡ് ചെയ്തത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഫസ്റ്റ് സി ഇല്ലാത്ത കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് 2a2 പ്ലസ് λ-1 × A0 പ്ലസ് നെക്സ്റ്റ് ടേം 3 × 2 × this A3 -2A1 പ്ലസ് λ-1 × A1 ഇൻറ്റു ദിസ് സി പ്ലസ് എക്സെട്ര. അടുത്ത ജെ വരുന്നത് നമ്മളൊരു കോമൺ ടേം ആയിട്ട് എടുത്തിട്ടുണ്ടല്ലോ, അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. j+2 × j+1 × aj+2 -2jaj പ്ലസ് λ-1 × aj ഓഫ് ദിസ് c റൈസ് ടു j പ്ലസ് എക്സെട്ര ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. അതായത് നമുക്കിവിടെ കിട്ടുക ഇതൊരു കോൺസ്റ്റൻറ്റ് ടൈം. ലെറ്റ് മീ റെപ്രസെൻറ്റ് ദിസ് ആസ് സം A0. ഇത് ഒരു A1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് A1c പ്ലസ് അടുത്തൊരു A2c² ആയിരിക്കും പ്ലസ് എക്സെട്ര സം ഒരു AJ(c റൈസ് ടു j പ്ലസ് എക്സെട്ര ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം? ഈ രീതി നമുക്കിവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ദിസ് കോയഫിഷ്യൻസ് മസ്റ്റ് ബി 0 ആയിരിക്കും അല്ലേ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോയഫിഷ്യൻസ് 0 ആയിരിക്കണം. അതായത് ഈ പറഞ്ഞ A0, A1, A2 എക്സെട്ര AJ ഇതൊക്കെ എന്തായിരിക്കണം? ദിസ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഈ AJ ഈക്വൽ ടു 0 ആണ് എന്ന് ഞാൻ ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം AJ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ AJ എന്ന് പറയുന്നത് നമുക്കറിയാം j+2 × j+1 × aj+2 -2jaj പ്ലസ് λ-1 aj ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഇതിനെ എനിക്ക് j+2 × j+1 × aj+2 ഈസ് ഈക്വൽ ടു 2j+1. ഞാൻ അതിനെ ഈ -2j അപ്പുറത്തേക്ക് എടുക്കുന്നത്, അപ്പോൾ +2j വരും. സോ അതുപോലെ λ-1 aj അപ്പുറത്തേക്ക് എടുക്കുന്നത്, ദാറ്റ് ഈസ് 2j+1 മൈനസ് λ ഇൻറ്റു aj എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് എനിക്ക് aj+2 എന്ന് പറയുന്നത് ഈക്വൽ ടു 2j+1 മൈനസ് λ ഡിവൈഡഡ് ബൈ j+2 ഇൻറ്റു j+1 aj എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് എ റെക്കർഷൻ റിലേഷൻ.
റെക്കർഷൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ ഇതിൻ്റെ അടുത്ത ടേം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മൾ h(c) എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് എഴുതിയത്? a0 പ്ലസ് a1c പ്ലസ് a2c² പ്ലസ് എക്സെട്ര എന്നാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ a0, a1, a2, a3 തുടങ്ങി കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ h(c) എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അറിയാം, ഞാനിവിടെ ഈ റെക്കർഷൻ റിലേഷൻ, ഇതാണ് നമുക്കിവിടെ കിട്ടിയ റെക്കർഷൻ റിലേഷൻ. ഈ റെക്കർഷൻ റിലേഷനിൽ ഞാനിപ്പോൾ സപ്പോസ് ജെയ്ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ എന്ത് കിട്ടും? a2 ഈക്വൽ ടു സം ടേം ഇൻറ്റു a0 എന്ന് കിട്ടും. ഓക്കെ, ജെ ഈക്വൽ ടു ഞാൻ ഇപ്പോൾ അതായത് എനിക്ക് a0 അറിയാമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? a2 കണ്ടുപിടിക്കാം. ഓക്കെ, നൗ ഞാൻ j ഈക്വൽ ടു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് a4 ഈസ് ഈക്വൽ ടു സം ടേം ഇൻറ്റു a2 എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് a2 അറിയാമെങ്കിൽ a4 കണ്ടുപിടിക്കാം. അതായത് ഇഫ് ഐ നോ a0 ദെൻ ഐ ക്യാൻ ഫൈൻഡ് a2, a4, a6 എക്സെട്ര ഇങ്ങനെ കണ്ടുപിടിക്കാം. അതേസമയം സപ്പോസ് ഐ നോ a1. ഓക്കെ, ഞാനിവിടെ ജെയ്ക്ക് പകരം 1 ആണ് കൊടുക്കുന്നത് വിചാരിക്കുക. ജെയ്ക്ക് പകരം 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് a1 ഈക്വൽ ടു സം ടേം a3 ഈസ് ഈക്വൽ ടു സം ടേം ഇൻറ്റു a1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് a1 അറിയാമെങ്കിൽ a3 കണ്ടുപിടിക്കാം. ഇനി a3 അറിയാമെങ്കിലോ നമുക്ക് j ഈക്വൽ ടു 3 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ a3 ഈക്വൽ ടു a5 കണ്ടുപിടിക്കാം. അപ്പം അതായത് എനിക്ക് a1 അറിയാമെങ്കിൽ a3, a5, a7 തുടങ്ങിയ ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ h(c) കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ അറിഞ്ഞാൽ മതി? a0യും a1ഉം നമുക്കറിയാമെങ്കിൽ ഈ പറഞ്ഞ റെക്കർഷൻ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് h(c)യുടെ വാല്യൂ എന്താണെന്ന്, അല്ലെങ്കിൽ h(c) എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ h(c) എന്ന് പറയുന്നത് a0 പ്ലസ് a1c പ്ലസ് a2c² പ്ലസ് എക്സെട്ര നമ്മൾ കൊടുത്തല്ലോ. അതേപോലെ വേവ് ഫംഗ്ഷൻ ψ എന്ന് പറയുന്നത് നമുക്കറിയാം ദിസ് ഇസ് h(c) ഇൻറ്റു e⁻⁻c²/2 ആണ്. ഓക്കെ, ഇവിടെ ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളിവിടെ നോക്കി അറിയാം. സപ്പോസ് a0, a2, a4, a6 തുടങ്ങിയ ടേമുകൾക്കൊരു പ്രത്യേകതയുണ്ട്. a0 ഇവിടെ c ഇല്ല, a2 വരുമ്പം c² ആണ്, a4 വരുമ്പം c⁻⁴ ആണ്, a6 വരുമ്പോൾ c⁻⁶ ആണ്. അതായത് ഈവൻ പവേഴ്സ് ഓഫ് സിയുടെ കോഎഫിഷ്യൻസ് ആണ് a0, a2, a4, a6 തുടങ്ങിയവ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ സിക്ക് പകരം -c എന്നെടുത്താൽ പോലും ഈ സപ്പോസ് ഓക്കെ ഞാനതിനെ ഇങ്ങനെ മാറ്റി പറയാം. അതായത് നമുക്കിവിടെ h(c) എന്ന് പറയുന്നത് a0 പ്ലസ് a1c പ്ലസ് a2c² പ്ലസ് a3z³ പ്ലസ് എക്സെട്ര ഇതാണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മളിവിടെ രണ്ട് കേസായിട്ട് നമ്മളിതിനെ പറയാണ്. അതായത് സപ്പോസ് നമുക്ക് a1, a3, a5 തുടങ്ങി ഓഡ് കോഎഫിഷ്യൻസ് ഒക്കെ ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ 0 ആണെങ്കിൽ നമുക്കിവിടെ ഈ h(c) എന്ന് പറയുന്നത് പിന്നെ എന്തായിരിക്കും കിട്ടുക? ദിസ് വിൽ ബി a0 പ്ലസ് a2c² പ്ലസ് a4c⁴ പ്ലസ് എക്സെട്ര എന്നാണ് കിട്ടുക. ഇങ്ങനെയാണ് എങ്കിൽ ഞാനിപ്പോൾ സിക്ക് പകരം -c കൊടുത്താലും ദിസ് വിൽ ബി സെയിം. ശരിയല്ലേ? ഇതിന് ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. h(c) എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് h(-c) എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഇത് എന്ത് തന്നെ കിട്ടും? h(c) തന്നെ കിട്ടും. അങ്ങനെ കിട്ടിയാൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം h(c) ഇൻറ്റു e⁻⁻c²/2 ആണ്. ഇതാണ് ψ ഓഫ് c. അപ്പം ഞാൻ ψ ഓഫ് -c എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ e⁻⁻c²/2 ആണ്. ഇത് ഈവൻ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ സിക്ക് പകരം -c കൊടുത്താലും അതെന്ത് തന്നെ കിട്ടും? സെയിം ആയിട്ട് തന്നെ കിട്ടും. അതായത് ψ ഓഫ് -c എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ψ ഓഫ് c തന്നെ കിട്ടും. അതായത് നമുക്ക് എന്ത് പറയും? സിമെട്രിക് ഫംഗ്ഷൻ ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഓഡ് കോഎഫിഷ്യൻസ് 0 ആയി കഴിഞ്ഞാൽ സിമെട്രിക് ഫംഗ്ഷൻ. ഈവൻ കോഎഫിഷ്യൻ 0, a2, a4, a6 എക്സെട്ര കോഎഫിഷ്യൻസ് 0 ആണെന്ന് വിചാരിക്കും. അങ്ങനെ ഈവൻ കോഎഫിഷ്യൻസ് 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ h(c) എന്ന് പറയുന്നത് a1c
പ്ലസ് A3C³ പ്ലസ് A5C⁵ പ്ലസ് എക്സെട്ര എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങൾ സിക്ക് പകരം -c എന്ന് കൊടുത്തു കഴിഞ്ഞാൽ h(-c) എന്ന് പറയുന്നത് എപ്പോഴും എന്താവണമെന്നില്ല, h(c) ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ psi is equal to h(c e⁻c²/2) എടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദിസ് മേ ബി സം ആൻറ്റി സിമെട്രിക് ഫംഗ്ഷൻ ആയിരിക്കും, അതായത് മൈനസ് ഓഫ് എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു ആൻറ്റി സിമെട്രിക് ഫംഗ്ഷൻ ആയിരിക്കും കിട്ടും. അപ്പോൾ ഓർക്കുക, ഈവൻ ടേംസ് A0, A2, A4 തുടങ്ങി ഈവൻ ടേംസ് 0 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ ആൻറ്റിസിമെട്രിക് ആയിരിക്കും. അതേസമയം A1, A3, A5 തുടങ്ങി ഓഡ് കോഎഫിഷ്യൻസ് 0 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ സിമെട്രിക് ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് ഇത് നിങ്ങൾക്കൊരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ, അതായത് ഇവിടെ മുതൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഡെറിവേഷൻ്റെ സ്റ്റെപ്സിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്കത് ഇത്രയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോവാം. ഓക്കെ, നമ്മൾ പറഞ്ഞതിൻ്റെ സാരാംശം ഇതാണ്. ഫോർ വേവ് ഫംഗ്ഷൻ ടു ബി സിമെട്രിക്, എന്ത് സംഭവിക്കണം? A1, A3, A5 എക്സെട്ര ഈക്വൽ ടു 0 ആയിരിക്കണം. അതേസമയം ഫോർ വേവ് ഫംഗ്ഷൻ ടു ബി ആൻറ്റി സിമെട്രിക്, A0, A2, A4, A6 എക്സെട്ര ഈവൻ കോഎഫിഷ്യൻസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതാണ് നമ്മളവിടെ പറഞ്ഞൊരു കാര്യം. ഇനി ഇപ്പോൾ നമുക്കിവിടെ ഫൈനലി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു റെക്കർഷൻ റിലേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെക്കർഷൻ റിലേഷൻ ഉപയോഗിച്ച് നമുക്കിവിടെ A0, A1, A2, A3, A4 തുടങ്ങിയ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാമെന്നും ആ കോഎഫിഷ്യൻസ് നമുക്കറിയാമെങ്കിൽ h(c) എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാമെന്നും h(c) എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമെങ്കിൽ ആ h(c)യെ e⁻c²/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് പറയാം. താങ്ക് യു.